എന്തിനാണ് സർക്കാർ CPI മന്ത്രിമാർ ഇരുട്ടിൽ നിർത്തി ഇങ്ങനൊരു തീരുമാനമെടുത്തത്? ഇത് ഈ PM ശ്രീയിൽ ഒപ്പിടുമോ എന്ന കാര്യത്തിൽ വ്യക്തത വേണം എന്ന് CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ ആവശ്യപ്പെട്ട് ഒറ്റ ദിവസം കഴിയുമ്പോഴേക്കും ഒപ്പിട്ടു. മാത്രമല്ല, ഈ കാര്യത്തിൽ ഏകപക്ഷീയമായി ഒപ്പിടാൻ കഴിയില്ല എന്ന് സംസ്ഥാന കൗൺസിൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കുമ്പോൾ ഡൽഹിയിൽ അവിടെ സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഈ പദ്ധതിയിൽ ഒപ്പുവെക്കുകയായിരുന്നു. ഒരു കാര്യം കൂടിയുണ്ട് ശ്രീ റഹീം, 2024 മാർച്ച് 30 കേന്ദ്രത്തിന് അയച്ച കത്തിൽ ഈ അധ്യയന വർഷം അവസാനിക്കും മുൻപ് PM ശ്രീ പദ്ധതി ഒപ്പുവെക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നു. ഈ കത്തിന്റെ കാര്യവും CPI അറിഞ്ഞിട്ടില്ല. എന്തിനാണ് പ്രധാന ഘടകകക്ഷിയായ CPI ഇരുട്ടിൽ നിർത്തി ഇങ്ങനെ ഒരു തന്ത്രം ഒരുക്കിയത്? ശിവൻകുട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ തന്ത്രപരമായ നീക്കം എന്തിനായിരുന്നു? ഞാൻ അതിന് വിശദമായി മറുപടി പറയാം. തീർച്ചയായിട്ടും മറുപടി പറയേണ്ട കാര്യമാണ്. കേൾക്കാമല്ലോ അല്ലെ ഗോപികൃഷ്ണൻ? ഓഡിയോ ക്ലിയർ കേൾക്കാം. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് വളരെ രസകരമായ കുറെ കാര്യങ്ങൾ, ഈ ചർച്ച വളരെ ഗൗരവമുള്ള ചർച്ചയായി തുടങ്ങുമെങ്കിലും ശ്രീ നൗഷാദ് അലി നന്നായി ചിരിപ്പിക്കാനുള്ള വക തന്നു. അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ 2 കാര്യങ്ങളാണ് എനിക്ക് കൗതുകം ഉണർത്തിയ കാര്യം. അതിൽ ഒന്നാമത്തെ കാര്യം, സ്റ്റാലിനെ ഓർത്ത് അദ്ദേഹം അഭിമാനം കൊള്ളുന്നത് കണ്ടു. അശോക് ഗെഹ്ലോട്ടിനെ ഓർത്ത് കോൺഗ്രസ് നേതാവായ നൗഷാദ് അലിക്ക് അഭിമാനം കൊള്ളാൻ കഴിയാതിരിക്കുകയും രേവന്ത് റെഡ്ഡിയെ ഓർത്ത് അഭിമാനം കൊള്ളാതിരിക്കുകയും അതേസമയം DMKയുടെ നേതാവായ സ്റ്റാലിനെ ഓർത്ത് അഭിമാനം കൊള്ളുകയും ചെയ്യേണ്ടി വന്ന ദേശീയ പാർട്ടിയുടെ കോൺഗ്രസിന്റെ വക്താവായി ശ്രീ നൗഷാദ് അലി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിൽ ആദ്യമായി ഇത് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ആദ്യം വെരി ഫാസ്റ്റ് NEP ആക്സെപ്റ്റ് ചെയ്ത സ്റ്റേറ്റ് ആണ് രാജസ്ഥാൻ. അത് രാജസ്ഥാനിലെ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടാണ്, കോൺഗ്രസിന്റെ ഏറ്റവും തലമുതിർന്ന നേതാവ്. എന്തിനേറെ, ഒരിക്കൽ മല്ലികാർജുൻ ഖാർഗെയെ പരിഗണിക്കുന്നതിന് പകരം AICCയുടെ പ്രസിഡന്റായി പരിഗണിക്കണമെന്ന് കോൺഗ്രസ് ആലോചിച്ച ആളുകളിൽ ഒരാളായിരുന്നു അശോക് ഗെഹ്ലോട്ട് എന്ന് കൂടി ഓർമ്മിക്കണം. ഇനി ഞാൻ അതിൽ നിന്ന് തന്നെ അടുത്ത അദ്ദേഹത്തിന്റെ വളരെ കൗതുകം നടത്തിയ ഒരു വാദം മറുപടി പറയാമെന്ന് കരുതുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഇത് എന്തുകൊണ്ടായിരിക്കും, അങ്ങയുടെ ഒരു സ്ട്രേറ്റ് ക്വസ്റ്റൻ ഉണ്ടായിരുന്നു, എന്തുകൊണ്ടായിരിക്കും ഗവൺമെന്റ് ഇതിൽ ഒപ്പിട്ടു എന്നാണ് നിങ്ങൾ കരുതുന്നത്? RSS അജണ്ടകൾ നടപ്പിലാക്കാനുള്ള വേണ്ടിയിട്ടായിരിക്കും ഇതിൽ ഒപ്പിട്ടത്. അതിനർത്ഥം NEP ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് അംഗീകരിക്കേണ്ടി വന്നാൽ RSSനോടുള്ള കരാറാണ് എന്ന നിലയിലാണ് അദ്ദേഹം ഇവിടെ ചർച്ചയിൽ അവതരിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായി ഇത് ഒപ്പിട്ടത് കോൺഗ്രസ് നേതാവ് അശോക് ഗെഹ്ലോട്ടാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. രേവന്ത് റെഡ്ഡിയുടെ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റിലേക്ക് പോയാൽ രേവന്ത് റെഡ്ഡി വിശദീകരിക്കുന്നുണ്ട് എന്താണ് PM ശ്രീ പദ്ധതിയുടെ മഹത്വം എന്ന് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അത് RSSുമായുള്ള കരാറാണോ? അപ്പോൾ രാഷ്ട്രീയ പ്രേരിതമായി എന്തെങ്കിലും വിളിച്ചു പറയരുത്. ഒരു കാര്യം അങ്ങ് മനസ്സിലാക്കേണ്ടത്, CPIMന്റെ ഇല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ RSS വിരുദ്ധ നിലപാടുകളുടെ കൃത്യമായ നിലപാടുകളെ നിങ്ങൾ ദുർബലപ്പെടുത്താൻ ഇതുപോലെ ബാലിശമായ വാദങ്ങൾ കൊണ്ട് മതിയാകില്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട് ഒപ്പിടുമ്പോൾ നിങ്ങളുടെ KC വേണുഗോപാൽ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ്. അതിന്റെ അർത്ഥം KC വേണുഗോപാൽ രാജസ്ഥാന്റെ പ്രതിനിധിയായി അന്ന് രാജ്യസഭയിൽ ഇരിക്കുന്ന സമയത്താണ് നിങ്ങൾ ആലോചിക്കേണ്ടത്, AICCയുടെ നേതാവ് എന്ന നിലയിൽ എല്ലാ കാര്യങ്ങളും KC വേണുഗോപാൽ അറിഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം രാജസ്ഥാനിലെ പ്രതിനിധിയായി രാജ്യസഭയിൽ ഇരിക്കുമ്പോഴാണ് നിങ്ങളുടെ ഗവൺമെന്റ്, അശോക് ഗെഹ്ലോട്ടിന്റെ ഗവൺമെന്റ്, കോൺഗ്രസ് ഗവൺമെന്റ് ഇതിൽ ഒപ്പിട്ടത്. ഞങ്ങൾ അപ്പോൾ ചെറുത്ത് നിൽക്കുകയായിരുന്നു. ഞങ്ങൾ ഒരു എതിർപ്പുമില്ലാതെ ഒപ്പിട്ട് കൊടുത്തവരാണ്. ഇപ്പോൾ വന്നിരുന്ന 1ാം ക്ലാസ് മുതൽ 18ാം ക്ലാസ് വരെക്കിടയിൽ അല്ലെങ്കിൽ 18 വയസ്സിനിടയിൽ കുട്ടികളെ തീവ്ര ഹിന്ദുത്വവൽക്കരണത്തിന് വിധേയമാക്കുന്ന ഒരു പ്രോസസ് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഇവിടെ അത് സംബന്ധിച്ചുള്ള, അങ്ങനെയാണെങ്കിൽ ആ പ്രോസസ്സിന് ഒരു ഏറ്റുമുട്ടൽ പോലും പോകാതെ നിങ്ങൾ എന്തിനാണ് കീഴടങ്ങി കൊടുത്തത് എന്ന് വിശദീകരിക്കാൻ KP നൗഷാദ് അലിക്ക് കഴിയണ്ടേ? ഇല്ലെങ്കിൽ അന്ന് അവിടെ രാജ്യസഭാംഗമായിരുന്ന KC വേണുഗോപാലിന് കഴിയണ്ടേ? അത് കഴിയാതെ KC വേണുഗോപാലിന്റെ കാർമ്മികത്വത്തിൽ അന്ന് തന്നെ ഒപ്പിട്ട് കൊടുത്ത ഒരു പദ്ധതി ഞങ്ങൾ ഇത്രയും കാലം ചെറുത്ത് നിന്ന്, എന്നിട്ടിപ്പോൾ ഞങ്ങൾ നിർബന്ധിതരായി ഇന്ന് വളരെ ടാക്ടിക്കലായി ഇതിന്റെ ഭാഗമായി ഞങ്ങൾ ചെയ്യേണ്ടി വന്നപ്പോൾ ഞങ്ങൾ രാഷ്ട്രീയമായി എതിർക്കുന്നതിന്റെ യുക്തി ഒന്ന് വിശദീകരിക്കണം. ഭാഗം ശരി. ഇനി താങ്കളോട് ചോദിച്ച ഭാഗം ഞാൻ അങ്ങയുടെ അതിലേക്ക് വരികയാണ്. അങ്ങനോട് ചോദിച്ച ചോദ്യം, എന്തിനാണ് CPIയുടെ മന്ത്രിമാരെ ഇരുട്ടിൽ നിർത്തിയത് എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ഇരുട്ടിൽ നിർത്തേണ്ടയും ആവശ്യമില്ല. ഇനി അങ്ങനെ CPIക്ക് തോന്നിയാൽ, CPIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം ഞാൻ കേട്ടു. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആശയ അവ്യക്തതയുണ്ട് എങ്കിൽ അത് പരിഹരിക്കാനുള്ള നല്ല രാഷ്ട്രീയ ആരോഗ്യമുള്ള മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഞങ്ങളത് പരിഹരിക്കാം. അവരുടെ എല്ലാ അല്ല ശ്രീ റഹീം, എന്തോ സാങ്കേതിക പ്രശ്നമുണ്ട്. ഞാൻ താങ്കൾ നൗഷാദ് അലിയോട് ചോദിച്ച ചോദ്യത്തിന്റെ മറ്റൊരു ഭാഗം ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്. ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് CPIMന്റെ മധുര പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയമുണ്ടല്ലോ,
അത് ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർക്കുന്ന പ്രമേയം. അത് ഒളിച്ചു കടത്താനുള്ള പദ്ധതിയാണ് PM ശ്രീ എന്ന നിങ്ങളുടെ നിലപാട്. അതിലെന്തിനാണ് വെള്ളം ചേർത്തത്? ഇല്ല, ഞാൻ അല്പം പുറകിലേക്ക് പോവുകയാണ്. ഗോപികൃഷ്ണൻ അത് അനുവദിക്കുമെന്ന് കരുതുന്നു. 1957 അധികാരത്തിൽ വന്ന EMSന്റെ ഗവൺമെന്റ്, അന്ന് EMS നടത്തിയ ആദ്യത്തെ പ്രസംഗമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ്, പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയങ്ങളും നിലപാടുകളും പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു സംവിധാനമല്ല കേരളത്തിലുള്ളത്. EMSന്റെ പ്രസംഗമാണ്. ഞാനതിനെ വളരെ വിശദമായി വേണമെങ്കിൽ വെർബാറ്റം ഞാൻ വായിക്കാം, പക്ഷെ ഞാൻ അതിലേക്ക് പോകുന്നില്ല, സമയപരിമിതി ഉള്ളതുകൊണ്ട്. അപ്പോൾ സി ഈ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അവർ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നയമുണ്ട്. അത് ഇന്ന് സഖാവ് MV ഗോവിന്ദൻ മാഷും പറഞ്ഞു. ആ നയമുണ്ട്. ആ നയത്തിനെ ആസ്പദമാക്കി ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ തന്നെ കേരളം എന്ന് പറയുന്നത് ഒരു റിപ്പബ്ലിക് അല്ല. കേരളം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഫെഡറൽ ഒരു രാജ്യത്തിലെ യൂണിയൻ ഓഫ് സ്റ്റേറ്റിലെ ഒരു സ്റ്റേറ്റ് മാത്രമാണ്. അപ്പോൾ ഞങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ, എന്നാൽ ഒരു വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടി, ഞങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ വേറിട്ട ഒരു രാഷ്ട്രീയ പാർട്ടി, നയമുള്ളവർ രാജ്യം ഭരിക്കുകയാണ്. തീർച്ചയായിട്ടും ഭരണഘടന അനുശാസിക്കുന്ന യൂണിയൻ ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും വരുന്ന വിവിധ നിയമനിർമ്മാണങ്ങൾ അവരുടെ ഊഴമാണ്, അവർ നടത്തേണ്ടതാണ്. അങ്ങനെ കൺകറന്റിലും യൂണിയൻ ലിസ്റ്റിലും അവർ നടത്തിയ നിയമങ്ങൾക്ക് ഞങ്ങൾ ഭരണഘടനാപരമായി വില കൊടുക്കേണ്ടി വരുന്നു എന്നതിന്റെ അർത്ഥം ഞങ്ങൾ എവിടെയെങ്കിലും ഞങ്ങളുടെ നയത്തിൽ വെള്ളം ചേർത്തു എന്നല്ല. അത് സാധ്യവുമല്ല. നിങ്ങൾ EMSന്റെ പ്രസംഗത്തിലെ ഈ പരാമർശത്തെ, ഈ ഭാഗത്തെ ഞാൻ മാനിക്കുന്നു, അതിനെ ഞാൻ ഉൾക്കൊള്ളുന്നു. താങ്കൾ പറഞ്ഞത് ശരി. 2 ചോദ്യങ്ങളാണ് എനിക്ക് അതിലുള്ളത്. ഒന്ന്, താങ്കൾ പറഞ്ഞു CPI മന്ത്രിമാരെ ഇരുട്ടിൽ നിർത്തിയിട്ടില്ല എന്ന്. LDF യോഗം ചർച്ച ചെയ്യുമെന്ന് പറയുന്നു. 2 മന്ത്രിസഭാ യോഗങ്ങളിൽ ഈ വിഷയം പറയുമ്പോൾ അത് മാറ്റിവെക്കുന്നു. ബദൽ സംവിധാനങ്ങളെക്കുറിച്ച് ആലോചിക്കാമെന്ന് ഉറപ്പ് നൽകുന്നു. മൂന്നാമതൊരു വട്ടം രാജൻ വിയോജിപ്പ് പ്രകടിപ്പിക്കുമ്പോൾ അനക്കമുണ്ടാകുന്നില്ല. എന്നിട്ട് CPIയുടെ സംസ്ഥാന സെക്രട്ടറി കൗൺസിലിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അവിടെ പോയി ഒപ്പിടുന്നു. ഇത് ഏത് മുന്നണി മര്യാദയുടെ ഭാഗമാണ്? 2, താങ്കൾ പറഞ്ഞു ഈ കേരളം ഒരു റിപ്പബ്ലിക്കായി നമുക്ക് കാണാൻ കഴിയില്ല, കാരണം ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുത്ത് നയങ്ങൾ നടപ്പാക്കാൻ കഴിയില്ല. കേന്ദ്ര ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുകയാണ് ഈ രാജ്യത്തെ സംസ്ഥാനങ്ങൾ. ഞാൻ അംഗീകരിക്കുന്നു ശ്രീ റഹീം, വസ്തുതാപരമാണത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ PM ശ്രീ പദ്ധതിയിൽ നിങ്ങൾ പറയുന്നത് പോലെ ഇതിലെ ഈ നമുക്ക് കിട്ടുന്ന പണം മുടങ്ങുന്നു, കുട്ടികൾക്കുള്ള പണം മുടങ്ങുന്നുവെങ്കിൽ തമിഴ്നാട് ചെയ്തതുപോലെ കോടതിയെ സമീപിക്കാം. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ പേരിൽ ഈ കേന്ദ്ര പദ്ധതി നടപ്പാക്കുന്നില്ല എന്നതിന്റെ പേരിൽ വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള ഒരു ഫണ്ടും കേന്ദ്ര സർക്കാരിന് തടയാൻ കഴിയില്ല. എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ കക്ഷി ചേർന്നില്ല? അല്ല, 2 കാര്യങ്ങൾ മറുപടി പറയാം. ഒന്ന്, താങ്കൾ അവസാനിപ്പിച്ചെടുത്ത് ആരംഭിക്കാം. തമിഴ്നാടിന്റെ കേസിൽ സുപ്രീം കോടതിയിൽ പോവുകയും സുപ്രീം കോടതി അവർക്ക് പണം കൊടുക്കാൻ ഉത്തരവിടുകയും ചെയ്ത കേസ് PM ശ്രീയുമായി ബന്ധപ്പെട്ട കേസും തർക്കവുമല്ല. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടുമായി ബന്ധപ്പെട്ട് പിന്നോക്ക വിഭാഗത്തിൽ, അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രൈവറ്റ് സ്കൂളുകളിൽ പഠിപ്പിക്കാനുള്ള നിയമം അനുശാസിക്കുന്നുണ്ട്. അത് ഒരു സ്റ്റേറ്റ് ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിൽ അത് ആവശ്യമേ വരുന്നില്ല. കാരണം കേരളത്തിൽ ആവശ്യത്തിലധികം സ്വകാര്യ സ്കൂളുകളെ ആശ്രയിക്കേണ്ടതില്ല. ഗ്രാമീണ മേഖലയിൽ പോലും നമുക്ക് ഗവൺമെന്റ് സ്കൂളുകളുണ്ട്, ഇല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളുണ്ട്. അവിടെ അങ്ങനെയല്ല. അവിടെ അങ്ങനെ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം തമിഴ്നാട് ചെയ്യുകയും അതിനുശേഷം അതിനെ റീഇംബേഴ്സ് ചെയ്യണം. റീഇംബേഴ്സ് ചെയ്യുന്ന സ്റ്റേറ്റ് ഈ കേന്ദ്ര വിഹിതം അവർ കൊടുത്തില്ല. അപ്പോ നിങ്ങൾ ഈ പറഞ്ഞ PM ശ്രീയുമായി ബന്ധപ്പെട്ടോ ഇല്ലെങ്കിൽ NEP-യുമായി ബന്ധപ്പെട്ടോ ആയ എന്തെങ്കിലും ഒരു കേസ്, നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയവുമായി ബന്ധമുള്ള ഏതെങ്കിലും ഒരു കേസിലെ തർക്കമല്ല തമിഴ്നാടിന് അനുകൂലമായി കോടതിയിൽ നിന്ന് വിധി വന്നത്. അത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിന്റെ ബന്ധപ്പെട്ട് റീഇംബേഴ്സ്മെന്റുമായി ബന്ധപ്പെട്ട വേറൊരു കേസാണ്. ദയവായി കൂട്ടിക്കുഴയ്ക്കരുത്. അല്ലല്ല, ഞാൻ പറഞ്ഞത് ഈ ത്രിഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തമിഴ്നാടിന് ഇതുണ്ടായിരുന്നു. മാത്രമല്ല കേന്ദ്ര ഫണ്ട്. എന്റെ പോയിന്റ് ഇതാണ്, ഈ കേസിനേക്കാൾ എന്നതിനേക്കാൾ ഉപരിയായി ഏതെങ്കിലും ഒരു പദ്ധതി നടപ്പാക്കില്ല, കേന്ദ്ര പദ്ധതി നടപ്പാക്കാനുള്ള വിസമ്മതത്തിന്റെ പേരിൽ ഒരു ഫണ്ടും കേന്ദ്ര സർക്കാരിന് തടയാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് കേരളം അത് മാനിക്കുന്നില്ല? കേരളത്തിന് അങ്ങനെയാണെങ്കിൽ കോടതിയെ സമീപിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അല്ല, തെറ്റ്. അങ്ങനെ ഒരു സുപ്രീം കോടതി വിധി ഉള്ളതായി എന്റെ അറിവിലില്ല. മാത്രമല്ല, പാർലമെന്റിൽ ഞാൻ തന്നെ ചോദിച്ച ചോദ്യത്തിന് ഇത് സംബന്ധിച്ച് വളരെ വിശദമായി ഗവൺമെന്റ് ഉത്തരം നൽകുന്നുണ്ട്. അത് അങ്ങ് ഒന്നുകൂടി പരിശോധിക്കുന്നതായിരിക്കും നല്ലത്, അങ്ങ് തിരുത്തായിരിക്കും നല്ലത്. ഞാൻ അതിലേക്ക് വരാം. എന്നെ ദയവായി പറയാൻ പൂർണ്ണമായിട്ട് അനുവദിക്കണം. ശ്രീ ഗോപികൃഷ്ണൻ അങ്ങ് ചോദിച്ചൊരു ചോദ്യം എന്തായിരുന്നു? എന്തുകൊണ്ടാണ് ഞങ്ങൾ അവരെ ഇരുട്ടിൽ നിർത്തി, എന്തുകൊണ്ടാണ് അവരോട് ആ കാര്യങ്ങളാണ് വീണ്ടും അങ്ങ് ചോദിക്കുന്നത്. അതൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഞാനതിന് വിശദീകരിക്കേണ്ടതുണ്ട്. അങ്ങ് മനസ്സിലാക്കേണ്ടത്, ഈ NEP-യുമായി ബന്ധപ്പെട്ട് തന്നെ വരുന്ന ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലെ PM ശ്രീക്ക് സമാനമായ മറ്റൊരു പദ്ധതിയാണ് PM ഉഷ. ഈ PM ഉഷ പദ്ധതിയിൽ നമ്മുടെ കേരളത്തിലെ LDF ഗവൺമെന്റ് തന്നെ ഒപ്പുവെച്ചിട്ടുണ്ട്. നമ്മൾ അവരിൽ നിന്ന് ഫണ്ടും സ്വീകരിച്ചിട്ടുണ്ട്.
നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അന്ന് ഇതൊരു വിവാദമായി വന്നിരുന്നില്ല. അന്നത് മന്ത്രിസഭ കണ്ട ഫയലുമായിരുന്നില്ല. ഇല്ലെങ്കിൽ അത് ഒപ്പുവെച്ചതിന് ശേഷമോ ഫണ്ട് റിസീവ് ചെയ്തതിന് ശേഷമോ ഏതെങ്കിലും ഒരു തരത്തിൽ അങ്ങനെ ഒരു പ്രശ്നം CPI-യോ മറ്റേതെങ്കിലും ഘടകകക്ഷികളോ അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളോ വേറെ ആരും ഉന്നയിച്ചിട്ടുമില്ല. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇതൊരു വിവാദമായി വന്നിരിക്കുന്നു. അപ്പൊ ഇത് സംബന്ധിച്ച ഒരു അഭിപ്രായ ഭിന്നത CPI ഞങ്ങളുടെ LDF-ലെ പ്രധാനപ്പെട്ട ഘടകകക്ഷി ഉന്നയിച്ചിരിക്കുന്നു. തീർച്ചയായും അത് കേൾക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. CPM ബാധ്യസ്ഥമാണ്, LDF ആകെ ബാധ്യസ്ഥമാണ്. ഞങ്ങളത് ചർച്ച ചെയ്യും. അത് ഏറ്റവും ആരോഗ്യകരമായി പരിഹരിക്കുകയും ചെയ്യും. അതോർത്ത് ആരും വിഷമിക്കേണ്ടതില്ല. ഞങ്ങൾ വരുന്ന ഒരൊറ്റ പ്രശ്നം മാത്രമേ പറയുന്നുള്ളൂ. ഇതിന്റെ മറവിൽ ഞങ്ങൾ എന്തോ RSS-ഉമായി ധാരണയുണ്ടായിരിക്കുന്നു എന്ന പൊളിറ്റിക്കൽ നരേഷൻ ബിൽഡപ്പ് ചെയ്യുന്നത് ബാലിശമാണ്. അത് വസ്തുതാവിരുദ്ധമാണ്. രണ്ടാമത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ല, അങ്ങനെ വരാൻ കാരണം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി നേരിട്ട് പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷമാണ് ഈ നയങ്ങളിൽ മാറ്റം വന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്, അടിസ്ഥാനത്തിൽ കൂടിയാണ്. പറയട്ടെ അങ്ങനെയാണെങ്കിൽ PM ഉഷ, ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന PM ഉഷ നേരത്തെ ഒപ്പിട്ടല്ലോ. നമ്മൾ ഫണ്ട് സ്വീകരിച്ചു കഴിഞ്ഞല്ലോ. നമ്മൾ പറയുമ്പോൾ എന്തെങ്കിലും നിലനിൽക്കുന്ന ഒരു ആരോപണം പറയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.